അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ ഷെല്ലാക്രമണം തുടർന്ന് പാകിസ്ഥാൻ. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. 4 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയത്. സംഘർഷ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഗ്രാമീണർ ഒഴിഞ്ഞുപോയി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത പ്രഹരമേറ്റതിന് പിന്നാലെ ഇന്ത്യൻ അതിർത്തികളിലേക്ക് ആരംഭിച്ച ഷെല്ലാക്രമണം തുടരുകയാണ് പാകിസ്ഥാൻ. കുപ്വാര, ബാരാമുള്ള, ഉറി, അഗ്നൂർ എന്നിവിടങ്ങളിൽ ഇന്നലെ രാത്രിയും ഗ്രാമീണരുടെ വീടിന് നേരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. അർദ്ധരാത്രിക്ക് ശേഷമുണ്ടായ മാരക ഷെല്ലാക്രമണത്തിൽ നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു. സ്വന്തം വീടുകളിൽ പോലും കഴിയാനാകാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഗ്രാമവാസികൾ. 1-1:30 बजे से ये शेलिंग शुरू हुई है रात को तो हम लोग भाग गए, रात शाम को कल भाग गए डर के मारे, तो अभी सुबह हम वापस आ रहे हैं। बहुत खराब माहौल था यहाँ 2 मकान 3 मकान ही उड़ गए, डैमेज हो गए। ये बड़ी हैवी शेलिंग हुई है और बहुत नुकसान हुआ है हमारा इधर पार। ये पूरा मकान एक डैमेज हो गया और पार गांव में बड़ा नुकसान हुआ है। ആക്രമണം തുടരുന്നതിനാൽ അതിർത്തി ഗ്രാമങ്ങളിൽ ഭൂരിഭാഗവും ജനങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇന്നലെ 8 മേഖലകളിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ 13 പേർ പൂഞ്ചിൽ മാത്രം മരിച്ചു. 59 പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി വളർത്തുമൃഗങ്ങളും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിനു മുന്നിൽ മുഖം നഷ്ടപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കി പക വീട്ടാനാണ് ശ്രമിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സൈന്യം പാക് സൈന്യത്തിന് നേരിട്ട് മറുപടി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുപ്വാരയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി അതിർത്തി മേഖലയിൽ തുടരുകയാണ്. വിശദാംശങ്ങൾ ഹന്ദ്വാരയിൽ നിന്ന് നൽകും. ബൽറാം, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ അതിർത്തി മേഖലകളിൽ നിന്ന് ആളുകൾ വീടൊഴിഞ്ഞു പോകുന്നു എന്ന വിവരമുണ്ട്. ഒപ്പം ആളുകളെ കൂട്ടമായി മറ്റു മേഖലകളിലേക്ക് മാറ്റുന്നു സുരക്ഷാ സേന, BSF ഒക്കെ ചേർന്ന് എന്ന വിവരമുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഈ ഒഴിപ്പിക്കലിന് പണം നൽകിയിട്ടുണ്ട് ഇന്നലെ സർക്കാർ. അപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ആളുകളെ മുഴുവൻ ആ മേഖലകളിൽ നിന്ന് മാറ്റുക എന്നതാണോ ഈ ഒരു പരിഹാരമായി മുന്നോട്ട് വയ്ക്കുന്നത്? വിജയകുമാർ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം രൂക്ഷമായ ഷെല്ലാക്രമണമുണ്ടായ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായ മേഖലയിലെ ജനങ്ങളെ മാറ്റി. ഇന്ന് പുലർച്ചെയും വീണ്ടും 4 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഈ അർദ്ധരാത്രിക്ക് ശേഷം ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായത്. അത് കുപ്വാര, ബാരാമുള്ള, ഉറി, അഗ്നൂർ എന്നീ മേഖലകളിലാണ്. ഇവിടെയുള്ള ജനങ്ങളെയും മാറ്റുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ വിജയകുമാർ, ഇപ്പോൾ പകൽ പോലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഹിന്ദ്വാരയ്ക്ക് സമീപം നൗഗാമിൽ ഉണ്ടായിരിക്കുന്നു. ഈ മേഖലയിലേക്ക് ഇപ്പോൾ ആളുകളെ കടത്തിവിടുന്നില്ല. ഇത്തരത്തിൽ വലിയ ജാഗ്രത ഇവിടെ പുലർത്തുകയാണ്. ഹിന്ദ്വാര, നൗഗാം, കുപ്വാര എന്നീ മേഖലകളിൽ പകൽ പോലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടാവുകയാണ്. ജനവാസ മേഖലകൾ തെരഞ്ഞെടുത്താണ് പാകിസ്ഥാൻ ആക്രമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇതിനെ തുടർന്ന് അതിർത്തി മേഖലകളിൽ BSF-നെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. ആളുകളുടെ ഒഴിപ്പിക്കൽ നടപടികൾ ഉൾപ്പെടെ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൂടുതൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ അതിർത്തി മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിനോട് ചേർന്നുള്ള അതിർത്തിയോട് ചേർന്നുള്ള നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. 7 മണിക്ക് ശേഷം വൈകിട്ട് ലൈറ്റുകൾ പൂർണ്ണമായും ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേക അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടപ്പാക്കിയിരിക്കുന്നു. കൂടാതെ ഈ ഒഴിപ്പിക്കൽ നടപടി, ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങൾ, അവിടെയുള്ള ജനങ്ങളെ കൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി നടത്തിയ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. തുടർന്ന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തുടർന്നുള്ള ഒഴിപ്പിക്കൽ നടപടിക്കായി പ്രത്യേക ഫണ്ട് മാറ്റിവെക്കാനും കൂടാതെ ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം വിജയകുമാർ, ഈ മേഖലയിൽ ഭീകര സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടപടികളും ഈ മേഖലകളിൽ തുടരുകയാണ്. അത് ആഭ്യന്തര ഭീകരർക്ക് എതിരായ തെരച്ചിൽ നടപടികൾ കഴിഞ്ഞ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിസജീവമാക്കിയിരുന്നു. ആ നടപടിയാണ് പാകിസ്ഥാന്റെ ആക്രമണം തുടരുന്ന മേഖലയിൽ ഈ അതിർത്തി മേഖലയോട് ചേർന്ന് ഈ ഭീകര സാന്നിധ്യം ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ ജാഗ്രതയിലാണ് ജമ്മു കശ്മീർ പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും. ഈ തെരച്ചിലും ഒഴിപ്പിക്കലും സമാന്തരമായി തന്നെ ഈ മേഖലയിൽ പുരോഗമിച്ചു
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് അതേസമയം ഉചിതമായ മറുപടി നൽകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അതിർത്തിയിൽ വിന്യസിച്ച സൈനികർക്ക് ഉന്നത നേതൃത്വം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ അതിരൂക്ഷമായ ആക്രമണം പുലർച്ചെ മുതൽ ഇന്നലെ പകൽ 11 മണിവരെ പാകിസ്ഥാന്റെ ആക്രമണം തുടർന്ന ഒരു ഘട്ടത്തിൽ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ തിരിച്ചടി നൽകിക്കൊണ്ടാണ് സൈന്യം അതിന് മറുപടി നൽകിയത്. ഇന്ത്യൻ സൈന്യം ആ ഒരു നിലപാട് ഇനിയും ആവർത്തിക്കുക എന്ന് തന്നെയാണ്. അതിർത്തിയിലെ ജനങ്ങളെ ആക്രമിച്ച് അല്ലെങ്കിൽ അവർക്ക് ആൾനാശം വരുത്തി പാകിസ്ഥാൻ ഈ ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഏറ്റ തിരിച്ചടിക്ക് പക വീട്ടാൻ ശ്രമിക്കുന്നു എന്ന് സൈന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് പാക് സൈന്യത്തിന് നേരിട്ട് തന്നെ മറുപടി നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ത്യൻ സൈന്യമുള്ളത്. അതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. ആൾനാശം പരമാവധി കുറയ്ക്കാൻ ഉള്ള നടപടികളാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രമണ സാധ്യതയുള്ള പാക് ഷെല്ലുകൾ എത്താൻ ബൽറാം നിൽക്കുന്ന ഈ ഹന്ദ്വാര LOCയിൽ നിന്ന് എത്ര ദൂരെയാണ് നിൽക്കുന്ന പ്രദേശത്ത്? അതൊരു ജനവാസ മേഖലയാണോ? എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ ഒന്ന് നമ്മൾക്ക് പ്രേക്ഷകരെ കാണിക്കാമെന്ന് തോന്നുന്നു. വളരെ വിശാലമായൊരു പാടം കാണുന്നുണ്ട് പിറകിൽ. ഒരു ജനവാസ മേഖലയാണോ, അതിനോട് ചേർന്നുള്ള പ്രദേശമാണോ? അവിടെ നിന്ന് എത്ര ദൂരെയാണ് LOC? വിജയകുമാർ, ഇവിടെ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെയാണ് LOC വരുന്നത്. ഇതിന് ഇടയിൽ കുപ്വാരയുണ്ട്. സമാന്തരമായി തന്നെ മറുവശത്താണ് ഈ നൗഗാം എന്ന ഇന്ന് അല്പസമയം മുമ്പ് പോലും ഷെല്ലാക്രമണം ഉണ്ടായ പ്രദേശം. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ജനവാസ മേഖല തന്നെയാണ്. നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന പ്രദേശത്ത് സമീപത്തുള്ള കുറച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശത്ത് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകര സാന്നിധ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ പേരോ മറ്റു വിശദാംശങ്ങളോ അവിടെ നിന്നും ലൈവ് കവറേജോ അനുവദിക്കുന്നില്ല. അതിനാലാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അതിർത്തി മേഖലയിലേക്ക് ഇന്ന് പോകാൻ നിയന്ത്രണങ്ങൾ ഒട്ടേറെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭീകര സാന്നിധ്യം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ ഈ പകൽ പോലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഈ ഹന്ദ്വാര എന്നുള്ളത് ഒരു ജനവാസ മേഖലയാണ്. സാമാന്യം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. കുപ്വാരയിലേക്കുള്ള വഴിയാണ് ഈ ഹന്ദ്വാര എന്നുള്ള മേഖല. ഇവിടെ പോലും ഇത്ര ദൂരെ പോലും പാകിസ്ഥാന്റെ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്ക ജനങ്ങളിൽ പടർത്തുന്നതും. അവർ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയിരിക്കുന്നതും. സ്വന്തം വീടും ഒപ്പം തന്നെ മുഴുവൻ സമ്പാദ്യവും ഉപേക്ഷിച്ചാണ് ആളുകൾ പോകുന്നത്. കാരണം അർദ്ധരാത്രി വീട്ടിൽ ഉറങ്ങുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും, അതും കഴിഞ്ഞ 2 രാത്രികളിലും ആക്രമണം ഉണ്ടായത് രാത്രി 2 മണിക്ക് ശേഷം, അതായത് പുലർച്ചെയുള്ള ഒരു സമയത്താണ്. ഒരിക്കലും ആരും അറിയാത്ത അല്ലെങ്കിൽ ഒരു ഗാഠനിദ്രയിൽ ആളുകൾ ആകുന്ന ഒരു സമയം നോക്കിയാണ് പാകിസ്ഥാൻ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നത്. അത് തീർത്തും ഒരു നീച പ്രവൃത്തി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടിയാണ് പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനപരമായി കഴിഞ്ഞ 12 ദിവസം വെടിയുതിർത്തിരുന്നു പാകിസ്ഥാൻ. അതിന് തക്ക മറുപടി സൈന്യം നൽകിയിരുന്നു. എന്നാൽ ഈ ഷെല്ലാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ അത് ആൾനാശം പരമാവധി ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് യാതൊരു പ്രതിരോധവുമില്ലാത്ത സാധാരണക്കാരായ നിരായുധരായ മനുഷ്യർക്ക് നേരെയാണ് ഈ ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. അത് അതിർത്തി മേഖലകളിലെല്ലാം തന്നെ ഇക്കാര്യം തുടരുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഇത് ഗൗരവത്തോടെ ഇന്ത്യൻ സൈന്യം കാണുന്നതിന് ഇടയാക്കിയിരിക്കുന്നത്. പൂഞ്ചിൽ അതേസമയം വിജയകുമാർ, കഴിഞ്ഞ ദിവസം ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉണ്ടായ മേഖലയാണ് പൂഞ്ച്. അവിടെ മാത്രം 13 പേർ ഗ്രാമവാസികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. 2015 ശേഷം പൂഞ്ചിലുണ്ടായ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായത്. 2015 2 ദിവസങ്ങളായി 12 പേരായിരുന്നു അവിടെ കൊല്ലപ്പെട്ടിരുന്നത് ഗ്രാമവാസികൾ, ഗ്രാമമുഖ്യൻ ഉൾപ്പെടെ. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒറ്റ രാത്രി കൊണ്ട് 13 പേരെയാണ് പാക് ഷെല്ലുകൾ വധിച്ചിരിക്കുന്നത്. അത് ഗ്രാമവാസികളിൽ വലിയ ആശങ്ക പടർത്തിയിരിക്കുന്നു. നിരവധി വീടുകൾ തകർന്നു പോയിരിക്കുന്നു. ജനവാസത്തിന് കഴിയാത്ത
രീതിയിൽ ആ മേഖല ആക്കിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഷെല്ലുകൾ. അത് അതിനാൽ തന്നെ ഈ മേഖലയിലെ ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ പൂഞ്ച് മേഖലയിലെ പ്രധാനപ്പെട്ട 4 ഗ്രാമങ്ങളിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നാണ് 13 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടാതെ അവരുടെ മുഴുവൻ സ്വത്തും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീടുകൾ പൂർണ്ണമായും കത്തിപ്പോകുന്നു. അവരുടെ ഈ മേഖല എന്നുള്ളത് കാർഷിക മേഖലയാണ്. ഒപ്പം തന്നെ കാലി വളർത്തലുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം. ബൽറാം, എന്തായാലും ബൽറാം ഹന്ദ്വാരയിൽ നിന്ന് വളരെ തന്ത്രപ്രധാന മേഖലയാണ് ഹന്ദ്വാര. അവിടുത്തെ ഗ്രാമീണർ അവിടെ എത്രത്തോളം പ്രതിസന്ധിയിലാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ എന്നാണ് ബൽറാം സൂചിപ്പിച്ചത്. തന്നെയുമല്ല തുടർച്ചയായി ഈ ഹന്ദ്വാര മാത്രമല്ല അതിർത്തി ഗ്രാമങ്ങളാകെ ആ നിലയിൽ തന്നെയാണ്. പലയിടത്തും ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. പലയിടത്തുനിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് സർക്കാർ തന്നെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ബൽറാം നെടുങ്ങാടി പങ്കുവയ്ക്കുന്നത്.